സഗമദനിസ ഗോവർദ്ധന ഗിരീശം സ്മരാമി ഗോവർദ്ധന ഗിരീശം സ്മരാമി ആനിശം ഗോവർദ്ധന ഗിരീശം ഗോവർദ്ധന ഗിരീശം സ്മരാമി ആനിശം ഗോപികാരി മനോഹരം. Stop it! What is this? എന്താ ഇത്? മ്യൂസിക് പ്രാക്ടീസോ? ശരിയാവില്ല, ഇതൊന്നും ഇവിടെ ശരിയാവില്ല. രാവിലെ മനുഷ്യൻ സ്വസ്ഥമായി കിടന്നുറങ്ങുന്ന സമയത്ത് സാ പി സാഗ എന്നൊക്കെ പറഞ്ഞു. എനിക്ക് ക്ലാസിക്കൽ മ്യൂസിക് എന്ന് പറയുന്ന സാധനം അലർജിയാ. അതും പെൺകുട്ടികൾ ഇങ്ങനെ തൊണ്ട കീറുന്നതും സിന്ദാബാദ് വിളി പോലെ കുറെ കുട്ടികൾ ഇങ്ങനെ ഏറ്റുപാടുന്നതും ഒന്നും എനിക്ക് ഇഷ്ടമല്ല. ഈ കുട്ടികൾക്ക് ഈ പ്രായത്തിൽ പഠിക്കാൻ വേറെ എന്തെല്ലാം നല്ല കാര്യങ്ങളുണ്ട്. കുട്ടികളെ നിങ്ങളൊക്കെ വീട്ടിൽ പറഞ്ഞിട്ടാണോ വന്നിരിക്കുന്നത്? വീട്ടിൽ നിന്ന് മ്യൂസിക് ട്യൂഷൻ അയക്കുന്നത്. ആ അത് ശരി. അപ്പൊ ട്യൂഷനാ? ഇയാളാവും ടീച്ചർ. ഫീസും വാങ്ങുന്നുണ്ടാവും അല്ലേ? പിന്നെ കാശ് മാത്രമല്ല, ഞങ്ങൾ ചക്കയും മാങ്ങയും തേങ്ങയും ഒക്കെ കൊടുക്കുന്നുണ്ട്. ഗുരുകുല സമ്പ്രദായ. അത് ശരി. അപ്പൊ ഇവിടെ ഇതൊരു സൈഡ് ബിസിനസ് ആണല്ലേ? അങ്ങനെയല്ല, ഈ കിട്ടണ ദക്ഷിണ കൊണ്ടാ ഞങ്ങൾ ഇവിടെ കഴിഞ്ഞു വിടണം. ആയിക്കോളൂ ആയിക്കോളൂ, വിരോധമില്ല. പക്ഷെ ഈ കെട്ടിടത്തിന്റെ ഉടമസ്ഥൻ എന്ന നിലയ്ക്ക് എനിക്ക് ചില കാര്യങ്ങൾ പറയാനുണ്ട്. ആദ്യം ഈ ക്ലാസ് നടത്തുന്ന സ്ഥലത്തിന്റെ വാടക കാര്യത്തിൽ നമുക്കൊരു തീരുമാനത്തിലെത്തണ്ടേ? എന്താ ടീച്ചറെ, അത് ന്യായമല്ലേ? നമുക്കിത് സംസാരിച്ച് ഫൈനലൈസ് ചെയ്യണ്ടേ? സംസാരിക്കാം, നിങ്ങൾ പൊക്കോളൂ. വേണ്ട, അവിടെ ഇരിക്കൂ, അവിടെ ഇരിക്കൂ. ഇപ്പൊ ഞാൻ പോവാം, ക്ലാസ് നടക്കട്ടെ. കുട്ടികളെ വേദനിപ്പിക്കുന്ന എനിക്ക് ഇഷ്ടമല്ല. ഫീസിന്റെ പുറമെ ചക്കയും മാങ്ങയൊക്കെ വാങ്ങി തട്ടുന്നല്ലേ? പഠിപ്പിക്കൂ, ശരിക്കും പഠിപ്പിക്കൂ. സാ പാ സാ സാ പാ സാ ആ പാ ധാ പീ സാ നീ പാ സാ. കൊല്ലും, എന്നിട്ട് ഞാനും ചാവും. ആ എന്താ ഉണ്ണിമായെ, അറിയോ? അറിയിച്ചരാം. നിങ്ങളെയോ? നിങ്ങളെ അറിയാത്തവരാരെങ്കിലും ഈ നാട്ടിലുണ്ടോ? കോലവും വിറ്റിട്ടും നീയും തമ്പുരാനും ഇവിടെ തന്നെയാ കഴിയണെന്ന് എന്നാ വാരസേരെ കണ്ടപ്പോഴാ അറിഞ്ഞേ. എങ്ങടെന്ന് വെച്ചിട്ട് ഇറങ്ങല്ലേ മോളെ? കഷ്ടം. ഞാൻ എപ്പോഴും പറയും നിന്റെ ഒരു യോഗം. എന്റെ യോഗത്തെക്കുറിച്ച് മീനാക്ഷിയമ്മ ഉണ്ടല്ലോ സങ്കടപ്പെടാൻ. പക്ഷെ ഈ പെൺകുട്ടികളുടെ യോഗോ? കെട്ടിയൊരുക്കി നിങ്ങൾ കൊണ്ടു നടക്കണ ഈ കുട്ടിയോളെ ഇടയ്ക്ക് അതും കൂടി ഒന്ന് ഓർക്കണത് നന്നാവും. ഓ, നിന്റെ നാക്കിനോട് ഞാനില്ലേ? എവിടേക്കാ? നിക്ക് ജഗന്നാഥൻ തമ്പുരാനെ ഒന്ന് കാണണം. അത് കോലോത്ത പഠിപ്പുരക്ക് ഇപ്പുറത്ത് വെച്ച് മതി, അങ്ങട്ട് ഞാൻ കടത്തില്ല. അത് പറയാൻ നിനക്കെന്താ അധികാരം? ജഗന്നാഥൻ തമ്പുരാന്റെ അല്ലേ കോവിലോ? കോലവും ജഗന്നാഥൻ തമ്പുരാന്റെയോ ദേവേന്ദ്രൻ അച്ഛൻ മുത്തുപ്പട്ടരുടെയോ ഒക്കെ ആവും. നിങ്ങളെ ഈ കുട്ടികളെ ഈ മണ്ണി കാല് കുത്താൻ ഞാൻ സമ്മതിക്കില്ല, അത്രേ ഞാൻ പറഞ്ഞുള്ളൂ. കൊച്ചമ്പരാട്ടി, അമ്മായി തമ്പുരാനെ കാണാൻ വന്നതാ. നിങ്ങൾ തടസ്സം നിൽക്കരുത്, അവരിങ്ങ് കേറിക്കോട്ടെന്ന്. ഓഹോ, അപ്പൊ താനാ ക്ഷണിച്ചതല്ലേ? വൈകാതെ പോകുന്നത് നല്ലതെന്ന് ഇവരോട് പറഞ്ഞേക്ക്. ഇവരുടെ ആട്ട് കേൾക്കാനാ നീ എന്നെ ഇങ്ങോട്ട് ക്ഷണിച്ചത്? അമ്മായി വേണ്ടടോ, ഞങ്ങള് പോവാ. ഇവരുടെ കലിയിളക്കത്തിന്റെ കാര്യം മനസ്സിലാവുന്നുണ്ട്. വെറുതെ അല്ല ഇവിടെ ഒന്ന് ഇറങ്ങാതെ കൂടിയിരിക്കണേ. തമ്പുരാനെ നീ പൂട്ടി വെച്ചോ. ഏത് തരക്കാരിയായിരുന്നു തള്ളാന്ന് നിന്റെ പ്രകൃതം കൊണ്ട് അറിയാലോ. പോ.
എന്തെങ്കിലും നിന്റെ വായന്ന് വീണ ചൂലെടുക്കും ഞാൻ. അമ്മായി നിങ്ങളിപ്പോ പൊയ്ക്കോളി, പ്രശ്നം ഉണ്ടാക്കണ്ട. എന്നെ കൈനീട്ടി അടിച്ച ഇവിടെ ഞാൻ കാണിച്ചു കൊടുക്കുന്നുണ്ട്. നിന്റെ പേര് തോട്ടത്തിലെ മീനാക്ഷി എന്നാണെങ്കിൽ ഇവൾക്ക് കിട്ടും. വാട്ട് ഈസ് ദിസ്? എന്താ ഇത്? ഈ കുട്ടിക്ക് ഇതിനുള്ള അധികാരം ആരാ കൊടുത്ത്? ഈ കുട്ടിയോടും ആ തമ്പുരാനോടും ഇവിടെ നിറങ്ങാൻ ഞാൻ പറഞ്ഞു കഴിഞ്ഞ അവസ്ഥയിൽ ഇവിടെ എന്നെ കാണാൻ വരുന്ന അതിഥികളെ ഇറക്കി വിടാൻ ഈ കുട്ടിക്ക് ആരധികാരം കൊടുത്തു? എന്താ ഗോവിന്ദൻകുട്ടി കുട്ടിയൊന്നും ഇണ്ടാത്ത? അധികാരമൊന്നും ഇല്ലാച്ചാലും എനിക്കിഷ്ടല്ല ഈ ജാതി അസക്ത സ്ത്രീകളെ. അതുകൊണ്ട് ഇങ്ങോട്ട് കേറണ്ടെന്ന് പറഞ്ഞേ. അപ്പൊ തന്റെ ഇഷ്ടത്തിനാണോ ഇവിടെ വില? അതോ ഇതിന്റെ ഉടമസ്ഥയായ എന്റെ ഇഷ്ടത്തിനാണോ വില? പറയൂ. ഗോവിന്ദൻകുട്ടി കുട്ടി മിണ്ടുന്നില്ല. വന്ന സ്ത്രീകൾ അസത്തുക്കളാണെന്ന് പറയുന്നു. ഈ ഞാനൊരു അസത്ത, ഞാനൊരു മോശപ്പെട്ട മനുഷ്യനാണെന്ന് കുട്ടിയോട് പറഞ്ഞിട്ടുണ്ടല്ലോ. അപ്പൊ എനിക്കുള്ള സംസർഗവും അത്തരം ആൾക്കാരുമായിട്ടായിരിക്കും. എന്നെ കാണാൻ വരുന്ന സന്ദർശകരുടെ യോഗ്യത അളക്കാൻ ഞാൻ ആരെയും ചുമതലപ്പെടുത്തിയിട്ടില്ല. അതാരും സ്വയം ഏറ്റെടുക്കാൻ വേണ്ടവോ? ഇല്ല. ഗോവിന്ദൻകുട്ടി ആ കുട്ടി മിണ്ടുന്നില്ല. ക്ഷമിക്കണം, ഞാൻ ചെയ്തത് തെറ്റാണെങ്കിൽ മാപ്പ് തരണം. ഇറക്കി വിട്ടതിന് പുറമെ താൻ ആ സ്ത്രീയെ മർദ്ദിച്ചു എന്നും പറഞ്ഞല്ലോ ഗോവിന്ദൻകുട്ടി. എന്നെക്കാളും പ്രായം കൂടിയ ഒരാളുടെ മുഖത്തടിക്കുക ശരിയാണെന്ന് തോന്നുന്നുണ്ടോ? എന്താ ഗോവിന്ദൻകുട്ടി തന്റെ നാവ് ഇറങ്ങിപ്പോയോ? ഈ കുട്ടി മിണ്ടിട്ടില്ല. അതെന്റെ അമ്മയെ കുറിച്ച് പറഞ്ഞോണ്ട. കണ്ട ഓർമ്മ പോലും ഇല്ലാത്ത കാലത്ത് മരിച്ചു പോയതാ എന്റെ അമ്മ. അമ്മയുടെ പേരോ നാടോ ഒന്നും എനിക്ക് അറിഞ്ഞൂടാ. എന്നാലും എനിക്ക് എന്റെ അമ്മയെ ഒരുപാട് ഇഷ്ടം. അമ്മയെ കുറിച്ച് ചീത്തയായിട്ട് ആരെങ്കിലും പറഞ്ഞ എനിക്ക് സങ്കടവും ദേഷ്യവും വരും. ഞാൻ അടിച്ചു പോയതാ. വേണ്ട, കരയണ്ട ഗോവിന്ദൻകുട്ടി. കുട്ടി കരയണു. കുട്ടി ഇതിന്റെ ഞാൻ പറയണ കേൾക്കും. അതായത് കരഞ്ഞ് വെറുതെ എന്താ ഉണ്ടായാവോ? ആ കുട്ടിയെയും തമ്പുരാൻ ഇറക്കാം. അതിനുള്ളൊരു ഏർപ്പാട് വേണ്ട. എനിക്കൊരു ബുദ്ധിമുട്ടില്ല. അവരോട് താമസിച്ചോട്ടെ. നിങ്ങൾക്ക് വല്ല ബുദ്ധിമുട്ടുണ്ടോ? ഇറക്കണ്ടെന്ന് അവരോട് താമസിച്ചോട്ടെ. തമ്പുരാൻ, തമ്പുരാന് കോടി പുണ്യം കിട്ടും. പുണ്യം വേണ്ട, അതോ ആ കുട്ടിക്ക് കൊടുത്തേക്കൂ. അപ്പൊ അമ്മായി ഏത് അമ്മായിയെ? അമ്മയുടെ 28. ഇനി ആ കാര്യം പറഞ്ഞോണ്ട് വന്ന ചവിട്ടും തന്നെ ഞാൻ. ഇവിടെ തന്നോട് ഞാൻ പറഞ്ഞു എനിക്ക് പൂശാ മുട്ടിക്കാണെന്ന്. പിന്നെ തനിക്ക് എന്നെ കണ്ടപ്പോ തോന്നിയോ? എന്തെങ്കിലും എപ്പോഴോ ചുമ്മാ